നമ്മുടെ പ്രിയങ്കരനായ നിസാർ ഇബ്രാഹിം കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ്. ഇതൊരു ചരിത്ര നിയോഗമാണെന്ന് പറയാതെ വയ്യ. 20 വർഷങ്ങളായി നീളുന്ന അഴിമതിയുടെ, ഭരണവൈകല്യത്തിന്റെ, ആശയദാരിദ്ര്യത്തിന്റെ ഭരണത്തിന് അന്ത്യം വരുത്തുകയെന്ന ചരിത്ര ദൗത്യം. കേരളത്തിലെ 941 പഞ്ചായത്തുകളിൽ ഏറ്റവും താഴെയാണ് കുന്നത്തുനാടിന്റെ നിലവിലെ സ്ഥാനം. അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് നിസാർ ഇബ്രാഹിമിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. ജനകീയ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് സമരമുഖത്ത് സജീവമായ സഖാവ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനെതിരെ നടന്ന സമരമോർക്കുകയാണ് ഞങ്ങളിപ്പോൾ. സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടുകാരൻ എന്നാണെന്ന് നിസാർ നാട്ടുകാരുടെ ഹൃദയങ്ങളിൽ സ്വന്തം ചോര കൊണ്ട് എഴുതിവെച്ച കാലം. 18ഓളം കേസുകളിൽ കുടുക്കി ഭരണകൂടം നടത്തിയ ഭീകരമർദ്ദനങ്ങളെ സഖാവ് സധൈര്യം നേരിട്ടുകൊണ്ട് സമരനായകനായി, വിപ്ലവ നേതാവായി, അവശരായ ജനവിഭാഗങ്ങളുടെ സഹോദരനായി, സുഹൃത്തായി, ബന്ധുവായി നിസാർ കളം നിറഞ്ഞാടി. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരുന്നവർക്കു വേണ്ടി വീടിന്റെയും ഹൃദയത്തിന്റെയും വാതിലുകൾ അദ്ദേഹം മലർക്കെ തുറന്നിട്ടു. ബധിര സഹോദരങ്ങളുടെ നാവായി പ്രവർത്തിച്ച് സമരമുഖങ്ങൾ തുറന്നപ്പോൾ സമൂഹ മനസാക്ഷി ഒരു പുനർവിചിന്തന ഭാവത്തോടെ നിസാറിനെ ശ്രദ്ധിച്ചു നിന്നു. സമൂഹത്തിലെ ഏറ്റവും മികച്ച ബധിരകലാമേള എറണാകുളത്ത് സംഘടിപ്പിച്ചപ്പോൾ സഖാവിന്റെ സംഘടനാ മികവ് തിരിച്ചറിഞ്ഞു. നിസാർ എന്ന വാക്കിന്റെ അർത്ഥം വികസനമാണെന്ന് കരുതുന്നതിൽ തെറ്റില്ല. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ അദ്ദേഹം നടപ്പിൽ വരുത്തിയ പദ്ധതികൾ അത്രയേറെ വ്യത്യസ്തങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ മുഴുവൻ ആർദ്രതയും ചാലിച്ചു ചേർത്തതായിരുന്നു പകൽ വീട് എന്ന സമാനതകളില്ലാത്ത പദ്ധതി. സാധാരണക്കാരുടെ ഹൃദയങ്ങളിൽ വേനൽ മഴ പോലെ മധുരമാണ് പട്ടിണിയാണെന്റെ ശത്രു എന്ന സഖാവിന്റെ പ്രഖ്യാപനം. വിപ്ലവത്തിന്റെ വിശുദ്ധ വഴികളിൽ തെല്ലും കാലിടറാതെ ഞങ്ങളുടെ ധീരനായ സഖാവ് മുന്നിൽ നിന്നും നയിക്കുമ്പോൾ നാടാകെ കൂടെയുണ്ട് എന്നോർമ്മിപ്പിക്കുന്നു. ലാൽ സലാം സഖാവേ, വിജയാശംസകൾ.